ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ് ഡിഫൻബാച്ചിയ പ്ലാന്റ്. ഇതിന് ഡെംകെ എന്നും പറയും. അപ്പം ഡിഫൻബാച്ചിയ പ്ലാന്റ്സിൻ്റെ 3 വെറൈറ്റി ആയിട്ട് ഞാൻ കാണിക്കുന്നത്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. കൂടുതലും അധികവും നമ്മൾ ഗ്രീനും പിന്നെ വൈറ്റും കൂടിയ കളറിലാണ് ഡിഫൻബാച്ചിയ പ്ലാന്റ്സ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആദ്യം കാണിച്ചൊരു വെറൈറ്റിയാണ് ഇത്. രണ്ടാമത്തെ ഒരു വെറൈറ്റിയാണ്. നമ്മളൊരിങ്ങനെ ഡോട്ട് പോലെ ആയിട്ട് നല്ല ഭംഗിയുള്ള ലീഫുള്ള വെറൈറ്റിയാണ്. പക്ഷേ ഇതിന് പിന്നെ ഇൻഡോറിൽ വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ. അടുത്തത് ഒരു നല്ല വൈറ്റും ഗ്രീനും അടങ്ങിയിട്ടുള്ള ഡിഫൻബാച്ചിയ പ്ലാന്റാണ്. ഇത് വേറൊരു ടൈപ്പാണ്. ആദ്യം ഞാൻ ഈ പ്ലാന്റിന് അഗ്ലോണിമ എന്ന പ്ലാന്റ് ആയിരുന്നു മുമ്പ് വിചാരിക്കൽ. പിന്നീടാണ് എനിക്ക് 2-3 വർഷം മുന്നാണ് എനിക്ക് മനസ്സിലായത് ഇതും ഡിഫൻബാച്ചിയ പ്ലാന്റ്സ് ആണെന്ന്. പക്ഷെ ഇതിനടിയിൽ നിന്ന് ബേബി പ്ലാന്റ് ഒക്കെ വരാറുണ്ട്. പക്ഷെ ഇതും ഡിഫൻബാച്ചിയ പ്ലാന്റ്സിൽ പെട്ടതാണ്. അപ്പോൾ എങ്ങനെയൊക്കെ ഭംഗിയുള്ള ലീഫുള്ള ഇലകളാണെങ്കിലും ഇൻഡോറിൽ ഔട്ട്ഡോറിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നതാണെങ്കിലും ഇത് കുറച്ച് ശ്രദ്ധിക്കേണ്ട ചെടിയാണ്. കാരണം ഇതിൽ നന്നായിട്ട് വിഷാംശം അടങ്ങിയിട്ടുണ്ട്. ഇലയിലൊക്കെ നന്നായിട്ട് വിഷമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വെക്കുമ്പോൾ, കുട്ടികളുള്ള വീട്ടിലൊക്കെ വെക്കുമ്പോൾ നമ്മളത് കുറച്ച് മതിലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് കഴിയാത്ത സ്ഥലത്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വിഷച്ചെടികൾ പറഞ്ഞിട്ട് ഒരുപാട് പേര് കണ്ടിട്ട് 2 ലക്ഷത്തിലധികം പേര് കണ്ട വീഡിയോ ആണ്.